ആലപ്പുഴ മാന്നാറിൽ കല എന്ന യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്ന കേസിൽ ദുരൂഹത ഒഴിയുന്നില്ല. കേസിലെ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിലാണ്. അറസ്റ്റ് ചെയ്ത 4 പ്രതികളെ ഉടൻ തന്നെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. മാന്നാറിലെ വീട്ടിലും കൊലപാതകം നടത്തിയ പെരുമ്പുഴ പാലത്തിലും എത്തിച്ച് വൈകാതെ തന്നെ തെളിവെടുപ്പ് നടത്തും. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കേസിൽ ഏറെ നിർണായകമായത്. അതേസമയം അമ്മ ജീവനോടെ ഉണ്ടെന്നും പോലീസ് പറയുന്നത് കളവെന്നുമാണ് കലയുടെ മകന്റെ പ്രതികരണം. മാന്നാറിലെത്തിയ പോലീസ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയെടുത്തു. എനിക്കും ഇതില്ല, ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്നും പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഇത്രയും തപ്പി അങ്ങനെ എന്തെല്ലാം കിട്ടിയോ? മുടി കിട്ടി, അത് കിട്ടി, ഇത് പടി ബാത്റൂം എന്തെങ്കിലും പെണ്ണുങ്ങളെ യൂസ് ചെയ്യാനാണല്ലോ ഉള്ളിപ്പോ അങ്ങോട്ടല്ലേ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? ഞാൻ ഇന്നലെ മാത്രം പുരുഷാഴ്ച ഉണ്ടായിരുന്നു. ആ SP പറഞ്ഞപ്പോ ഞാൻ കേട്ട് അത് മൊത്തം ബാറ്ററാണ്. എന്തോ ബാറ്റർ അത് പറ. പിന്നെ അത് മൊത്തം എനിക്ക് അറിയാവുന്ന ഈ പോലീസ് ഉണ്ടല്ലോ, നേരത്തെ വന്നിട്ടുള്ള പോലീസ് ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ചോദിച്ചു എന്നെ മൊത്തം ഇതാണ്, വാചകമാണ് മൊത്തം ഇതാണ്. ആ കലയുടെ മോനത്. അമ്മ ഉറപ്പുണ്ട്, അല്ല സൂചന കിട്ടില്ല. അമ്മയെ കൊണ്ടുവരാൻ അമ്മ ക്ഷണിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ എന്തോ +1 പഠിക്കുക. ഞാൻ ഇന്നലെ സ്കൂളിൽ പോകണ്ട. ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? അവിടെ എല്ലാം ഇല്ലാതെ കളിക്കൊണ്ടിരിക്കുക. ഇന്നലെ എന്നെ എന്തുവാ ഈ പിള്ളേരെ വിളിച്ച് ഇതെന്തുവാ സംഭവം? ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ മാനം പോയി, എല്ലാം പോയി. ഈ സംഭവം വാചകമാണ്. സംഭവം എല്ലാം അറിയാൻ മൊത്തം കുടി മൊത്തം കാരണം ഞങ്ങളുടെ മാനം മൊത്തം പോയി. ആ മൊത്തം തന്നിട്ടേ പറ്റത്തുള്ളൂ. ജീവനുണ്ട്. നമ്മുടെ മോനെ ഞാൻ അപ്പൊ എനിക്കറിയാം പൂജ കിട്ടില്ല. ഞാൻ അമ്മയെ കൊണ്ടുവരും. നമ്മുടെ അമ്മ കഷ്ണം എനിക്കുണ്ടാവും. ഞാൻ കൊണ്ടുവരും അമ്മയെ. അച്ഛൻ ചോദിച്ച് നീ എന്തിനാ മിണ്ടാക്കുന്നത്, എന്തിനാ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ച് എനിക്കെന്തിനാ പേടിക്കുന്നത്? ഞാൻ പറട്ടെ, എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ഒരു പേടിയില്ല. അമ്മയ്ക്ക് എന്നെ അകത്ത് വെച്ചേക്കുവായിരുന്നു. എടാ എനിക്ക് ടെൻഷൻ. ഞാൻ ഒരു ടെൻഷൻ. ഞാൻ അങ്ങോട്ട് സ്കൂളായിട്ട് സംസാരിച്ച് പോകുന്നത്. അത് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു നീ പഠിക്കൊന്നും വേണ്ട, അത് നോക്കിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. അത് അടുത്തില്ല. അച്ഛന് കടയൊക്കെ ഉണ്ട്, അത് മൊത്തം ആക്കിട്ട് പറ്റത്തുള്ളൂ. ആലപ്പുഴ മാന്നാറിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ മകന്റെ വേദന, വിഷമം മനസ്സിലാക്കാൻ കഴിയും. കാരണം അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട മകൻ, ആ കേസിൽ അച്ഛൻ പ്രതിക്കൂട്ടിലാകുന്നു. അവൻ തന്നെ പറയുന്നുണ്ട്, തൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ച് ചോദിക്കുന്നു, എനിക്ക് മാനക്കേട് കാരണം ഞാനിങ്ങനെ സ്കൂളിൽ പോകും. സ്വാഭാവികമായും അവൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിനപ്പുറം ഈ കുരുന്നു പ്രായത്തിൽ അവൻ്റെ അമ്മ എങ്ങനെ നഷ്ടപ്പെട്ടു? അവൻ പറയുന്നത് അമ്മ പോയതാണ്, അമ്മ എവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അമ്മയെ അവൻ തിരികെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ആ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. ഇന്നലെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ, ഫോറൻസിക് പരിശോധനയിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു? ഈ മകൻ ആരോപിക്കുന്നത് പോലെ, പറയുന്നത് പോലെ പോലീസ് പറയുന്നത് കളവാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ലെങ്കിൽ മാത്രം ഈ മകന്റെ ആരോപണം ശരിവെക്കണം. പക്ഷേ പോലീസിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ മൊഴികളുണ്ട്. ഇന്നത്തെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് തന്നെയാണോ പോലീസ് ഉറപ്പിക്കുന്നത്? ഇന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ആജ്ഞ? ടോം, ഇതിനകത്ത് ഒരു സാധ്യതയുള്ളത് ഈ കണ്ടെത്തി എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ
കലയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ, അതല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജൈവ സാങ്കേതികമായി എന്തെങ്കിലും മാച്ചുണ്ടോ എന്ന കാര്യം ഫോറൻസിക്കോ DNA വിദഗ്ധരോ വ്യക്തമാക്കാതെ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ നിലയിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്ന് വേണം പറയാൻ. കാരണം കലയുടെ മകൻ മാത്രമാണ് ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വരുന്നത്. ഈ പറയുന്നതൊക്കെ തെറ്റായ വാദമാണ്. ഇതൊക്കെ പോലീസുകാരുടെ വാദം മാത്രമാണ്. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ കൊണ്ടു നിർത്താം, നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടു നിർത്താമെന്നൊക്കെ മകൻ ഇങ്ങനെ പറയുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. 1.5 വയസ്സിൽ തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയുടെ ചിത്രം തന്നെയാണ് ആ മകന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ഞാൻ ആ മകനുമായി വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും അവന്റെ പരാതി ഇത് തന്നെയാണ്. പല ചാനലുകളും എനിക്ക് ന്യൂസ് 8ന്റെ കാര്യത്തിൽ അത് ഉറപ്പുണ്ട്. നമ്മളത് മാസ്ക് ചെയ്തിട്ടാണ് ആ വിഷ്വൽ കൊടുത്തിട്ടുള്ളത്. തന്റെ വിഷ്വൽ മാസ്ക് ചെയ്യാതെ കൊടുത്തു. അതുകൊണ്ട് ലോകത്തിനെ മുഴുവൻ മുന്നിൽ താൻ കോമാളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കുഞ്ഞു സങ്കടത്തോടെ എന്നോട് പറയുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. പക്ഷേ ഞാൻ ആ കുട്ടിക്ക് ഉറപ്പ് കൊടുത്തു. ന്യൂസ് 18 അങ്ങനെ തന്നെയാണത് കൊടുത്തത്. കാരണം ഞാൻ നമ്മുടെ എഡിറ്റോറിയൽ ഇട്ട ആ ഒരു കുറിപ്പ് ഉൾപ്പെടെ ഞാൻ അതിനെ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഇമോഷണൽ ബാലൻസ് തെറ്റി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഈ അവസ്ഥയിലാണെങ്കിൽ പോലും ആ കുഞ്ഞു പറയുന്ന ഒരു കാര്യം, അതായത് സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടം കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. പാൻറ്റീസിന്റെ ഇലാസ്റ്റിക് പോലെ എന്തോ ഒരു സാധനം കിട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിന്നും അങ്ങനെയെങ്കിൽ 15 വർഷത്തെ അസ്ഥികൾ എവിടെ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എല്ലിന്റെ കഷ്ണങ്ങൾ വല്ലതും കിട്ടിയോ? ഇതിനൊന്നും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തിനും പോലീസ് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. പല പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ ചെന്നപ്പോഴും മാധ്യമപ്രവർത്തകരോട് അങ്ങേയറ്റം ഇൻഡിഫറൻ്റായി പെരുമാറുന്ന ഒരു രീതിയാണോ സിഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അതായത് നമ്മളെ കോമ്പൗണ്ടിലേക്ക് കയറ്റില്ല എന്ന് നിർബന്ധം പിടിച്ചതുപോലെയുണ്ട്. SP-യോട് നമുക്ക് ബൈറ്റ് ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു തരത്തിലും പോലീസ് വിട്ടു പറയുന്നില്ല. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തൊക്കെയോ പോലീസിന് മറച്ചു വെക്കാനുള്ളത് പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഇന്ന് എനിക്കുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇവിടെ ഉള്ള സാധ്യതയുള്ളത് 15 വർഷത്തിന് ശേഷം ഒരു കൊലപാതകം, അതും ഒരു ലൂസ് സ്ട്രോക്കിൽ നിന്നും ഇതിലെ പ്രതിയായ, അതായത് 3ാമത്തെ പ്രതിയായ പ്രമോദിന്റെ ഭാര്യയോട് പ്രമോദ് പറയുന്നത് ഇങ്ങനെയാണ്. പ്രമോദ് മദ്യപിച്ച് ലക്കുകെട്ട് ഭാര്യയെ തല്ലുന്ന ശീലമുള്ള ആളാണ്. അത് സഹികെട്ട് ഭാര്യ 1-2 തവണ പരാതി കൊടുത്തിരുന്നു. അതിനിടയിൽ ഒരു ദിവസമാണ് പ്രമോദ് ഇങ്ങനെ പറയുന്നത്, കലയെ കൊന്നു സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയതുപോലെ നിന്നെയും കൊന്നു തള്ളും എന്ന് പറഞ്ഞ ആ ലൂസ് സ്റ്റോക്കിന്റെ ഭാഗമായാണ് പ്രമോദിന്റെ ഭാര്യയാണ് അവരുടെ ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ കാര്യം പറയുന്നതും അതിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുന്നതും. ആ 15 വർഷം മുൻപ് നഷ്ടപ്പെട്ട മിസ്സിംഗ് കേസുകളുടെ പരാതികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന അനിൽകുമാറിന്റെ അച്ഛനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. മിസ്സിംഗ് കേസ്, കല മിസ്സായ എന്നുള്ളൊരു കേസ് കൊടുത്തിരിക്കുന്നത്. അതും കല മിസ്സായി എന്ന് പറയുന്ന ദിവസം, അതായത് കല മിസ്സായി എന്ന് ആ നാട് മുഴുവൻ പ്രചരിച്ച ഒരു ദിവസം ആ പാലക്കാട് സ്വദേശിയായ സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കല നാട് വിട്ടുപോയി എന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ, അങ്ങനെ ഒരാള് ഒരു കെട്ടുകഥ മാത്രമാണോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമാക്കാനുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിൽക്കുമ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന ഒരു സംശയം, കല എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ തന്നെ ഉണ്ടോ എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു പോക്കാണ് അറിയുന്നത്. ഇതിനകത്തും ഫൈനലി നമുക്ക് ഇതെന്തെങ്കിലും ഉറപ്പിക്കണമെങ്കിൽ ഫോറൻസിക് വിദഗ്ധർ എന്ത് പറയുന്നു, DNA പരിശോധന ഫലം എന്ത് പറയുന്നു, ഇവർ കലയുമായി മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും സാമ്പിളുകൾ അതിലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകാതെ ഈ കേസിൽ ഇനി മുന്നോട്ട് പോകില്ല. ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മളുമായി സംസാരിക്കാൻ അവരുമായി ബന്ധപ്പെട്ട ഒരാളെയും പോലീസ് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് തുമ്പുണ്ടാക്കുക. ഈ പ്രതികളെ ഇന്ന് തന്നെ ഇപ്പൊ കോടതിയിൽ ഹാജരാക്കാൻ, ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കാൻ അല്പസമയം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസിന്റെ അപേക്ഷ, ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നൊരു അപേക്ഷ പോലീസ് ഉന്നയിക്കുന്നുണ്ടോ? കാരണം ഈ മാന്നാറിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം, കൊലപാതകം നടത്തിയ പെരുമ്പുഴ പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം നടത്തും. അവിടെയും ഈ കലയുടെ ഭർത്താവ് അനിലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അനിലിനെ ബന്ധപ്പെടാൻ, നിലവിൽ വിദേശത്താണ്, ഇസ്രായേലിലാണ്, ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടോം,
ഇതിൽ 3 പ്രതികളാണ്. അതായത് ഇപ്പോൾ 2ാം പ്രതി ജിനോ, അതുപോലെ 3ാം പ്രതി സോമൻ, 4ാം പ്രതി പ്രമോദ്. ഈ ആളുകളെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കോടതിയിൽ എത്തിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് പറയുന്നതനുസരിച്ച് 1ാം പ്രതി അനിൽകുമാർ, അതായത് കലയുടെ ഭർത്താവാണ്, കലയെ കൊലപ്പെടുത്തിയ ശേഷം വലിയ പെരുമ്പുഴ പാലത്തിന് എത്തി ഈ പറയുന്ന, അതായത് പരാതിക്കാരനായ സുരേഷ് കുമാറിനെ വിളിക്കുന്നു. സുരേഷ് കുമാർ രാത്രിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു മാരുതി കാറിലാണ് കല അബദ്ധം പറ്റി മരിച്ചുപോയി, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ബോഡി മറവ് ചെയ്യാൻ തന്നെ സഹായിക്കണമെന്ന് ഈ പറയുന്ന അനിൽകുമാർ സുരേഷിനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ സുരേഷ് അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുകയായിരുന്നു. പക്ഷേ ഈ 15 വർഷവും താനത് ചെയ്തില്ല. കാരണം തനിക്കതിൽ ആ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നിട്ട് പോലും 15 വർഷവും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് താൻ ആരോടും പറഞ്ഞില്ല. അതിന് കാരണം ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ അനിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ഈ പറയുന്ന പരാതിക്കാരനായ സുരേഷ് പറഞ്ഞത് എന്നാണ് പോലീസ് ഭാഷ്യം. ഈ 2ാം പ്രതിയായ ജിനോയും മറ്റുള്ളവർ സോമനും പ്രമോദും തുടർന്ന് ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ മൃതദേഹം കാണുന്നത്. ഇത് ഈ 3 പേരും അനിൽകുമാറിന്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നാണ് ബോഡി മറവ് ചെയ്യാൻ തീരുമാനമെടുത്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേ തുടർന്നാണ് സെപ്റ്റിക് ടാങ്കിൽ കലയുടെ മൃതദേഹം തള്ളാം എന്ന് തീരുമാനമെടുക്കുന്നത്. പക്ഷെ ഇതിനു മുൻപും 2-3 ദിവസം മുൻപ് കല മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി എന്നൊരു കഥ പ്രചരിക്കുന്നു. ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ 1.5 വയസ്സുള്ള നമ്മളോട് പ്രതികരിച്ച ആ കുട്ടിയെ ഉപേക്ഷിച്ച്, അവന് 1.5 വയസ്സുള്ളപ്പോൾ അവനെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മയായ കലയെ മാത്രമേ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയുകയുള്ളൂ. അതുവരെയും, കാരണം ഈ കലയുടെ ജ്യേഷ്ഠൻ പോലും ഇന്നലെ SP പ്രതികരിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ ഇത്തിരിയെങ്കിലും വിശ്വാസം വന്നതെന്ന് പ്രതികരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു 15 വർഷം ഒരു സ്ത്രീ മറ്റൊരു അവിഹിത ബന്ധത്തിലുള്ള ആളോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് ഒരു ജനതയെ മുഴുവൻ ഒരാൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ഒരു നാടിനെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കാര്യം തന്നെ അങ്ങേയറ്റം ആശ്ചര്യകരമാണ്. എന്നിരുന്നാൽ പോലും 15 വർഷത്തിന് ശേഷം നിരവധി കേസുകൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 23 വർഷത്തിന് ശേഷവും 15 വർഷത്തിന് ശേഷവും ഒക്കെ തെളിഞ്ഞ കേസുകൾ നിരവധിയുണ്ട്. അതിൽ കേരള പോലീസ് മിടുക്ക് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇങ്ങനെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് കല എന്ന് പറയുന്ന സ്ത്രീ മറ്റൊരു അവിഹിത ബന്ധത്തിൽ ഒളിച്ചോടിപ്പോയി 3ാം ദിവസം എറണാകുളത്ത് നിന്ന്, പാലക്കാട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരന്റെ ഒളിച്ചോടി പോകുന്നു. 3ാം ദിവസം എറണാകുളത്ത് നിന്നും കലയെ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിയിലാണ് അനിൽകുമാർ കലയെ കൊലപ്പെടുത്തുന്നതെന്ന് പറയുന്നു. അങ്ങനെ പല കഥകളും ഈ കേസുമായി ബന്ധപ്പെട്ട്, കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഇപ്പോൾ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ആജ്ഞ, നമുക്കറിയാം ഇത് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത് ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്. അങ്ങനെയെങ്കിൽ ആ സിനിമ തന്നെ ഒരുപക്ഷെ പ്രചോദനമായി കാണില്ലേ? ഇവിടെ നിന്നും തെളിവുകൾ മാറ്റാനുള്ളൊരു നീക്കം കൂടി ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുമോ? 2-3 സാധ്യതകൾ. ഒന്ന്, ഈ മകൻ സൂചിപ്പിച്ചതുപോലെ മുടി മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഒരു സ്ത്രീകളുടെ വസ്ത്രം എന്ന രീതിയിൽ കുറച്ച് അവശിഷ്ടങ്ങൾ ലഭിച്ചു. അതിനപ്പുറം അസ്ഥികൾ ലഭിച്ചില്ല എന്ന് പറയുന്നു. 2 സാധ്യതകൾ പരിശോധിക്കേണ്ടല്ലേ? ഒന്നില്ലെങ്കിൽ ഈ പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരമൊരു ആരോപണം, പരാതികൾ ഉയർന്നു വരും എന്ന് കരുതി അവിടെ നിന്നും ഈ ശരീരാവശിഷ്ടങ്ങൾ മാറ്റാം. അതല്ലെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിനു മുൻപ് ഈ 15 വർഷ കാലയളവിനിടയിൽ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്നത് മാറ്റിയിരിക്കാം. ഈ 2 സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ മൃതദേഹാവശിഷ്ടം എവിടേക്ക് മാറ്റി എന്നതുകൂടി പരിശോധിക്കേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ? പോലീസ് അത്തരമൊരു സാധ്യതയിലേക്ക് കൂടി നീങ്ങുന്നുണ്ടോ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, കാരണം ടോം സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്. പക്ഷെ ഇവിടെ റെനോവേറ്റ് ചെയ്തത് ആ വീട് മാത്രമാണ്. സെപ്റ്റിക് ടാങ്ക് റെനോവേറ്റ് ചെയ്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. 15 വർഷം മുൻപുള്ള അതേ സെപ്റ്റിക് ടാങ്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. അതേസമയം അതിനോട് ചേർന്ന് നിന്ന വീട് മുഴുവൻ പൊളിച്ച് പുതിയ വീട് പണിഞ്ഞിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന വീടല്ല. അതായത് ഈ കാലഘട്ടത്തിൽ 15 വർഷത്തിന് മുമ്പ് ഈ സംഭവം നടക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വീടല്ല അവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചിട്ടില്ല, അതേ സെപ്റ്റിക് ടാങ്ക് തന്നെയാണ് അവിടെ ഉള്ളത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതിൽ നിന്നാണ് ഈ പറയുന്ന, അതായത് ഇന്നലെ ഇത്
കണ്ടെത്തി, അതായത് സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ച് ഇറങ്ങിയ ആൾ തന്നെ പറയുന്നു എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ മുൻപും അത്തരം ചില കേസുകളിൽ പോലീസിനെ സഹായിച്ചിട്ടുള്ള ആളാണെന്ന് പറയുന്നു. പക്ഷെ അയാളും പറയുന്നു എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നു ഇങ്ങനെ വസ്ത്രത്തിന്റെ അവശിഷ്ടം, അതുപോലെ തന്നെ മുടിയുടെ അംശം, പക്ഷേ പിന്നെ അതുപോലെ എന്തോ ഒരു ലോക്കറ്റ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കലയുടേതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. മുടിയുടെ അംശം എന്ന് പറയുന്ന ഈ വാഷ്റൂം ഉപയോഗിക്കുന്ന ആരുടെയും മുടി അതിനകത്ത് പോകാമെന്നുള്ളൊരു സാധ്യത ബാക്കിയുണ്ട്. കാരണം അത് പിന്നെ ഫ്ലഷ് ചെയ്ത് പോകുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആരുടെ മുടിയുമാകാം. അത് തന്നെയാണ് ആ കുട്ടിയും ചോദിക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാഷ്റൂമിൽ അങ്ങനെ സംഭവിക്കില്ലേ എന്ന് തന്നെയാണ് കലയുടെ മകനും നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിന്റെ മുന്നിലുള്ളത്. ഈ പറഞ്ഞതുപോലെ കള്ളക്കഥയുണ്ടാക്കി, ഇങ്ങനെ ഒരു സ്ത്രീ ഒളിച്ചുപോയി എന്ന് കള്ളക്കഥയുണ്ടാക്കി, അത് അനിൽകുമാർ ഈ സ്ത്രീ പോയത് 2 മാസത്തിന് ശേഷം തന്നെ പുതിയ വിവാഹം കഴിക്കുന്നു. അതിൽ അനിൽകുമാറിന്റെ അവിഹിതമാണോ അതോ ഇവരുടെ അവിഹിതം മറച്ചു വെക്കാനാണോ, അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് സാധ്യത കൂടി ഉണ്ട് എന്നാണ് പോലീസ് പക്ഷം. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്, അന്വേഷിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അനിൽകുമാർ ഇസ്രയേലിലാണുള്ളത്. ഈ കലയുമായി വിവാഹത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, വിവാഹബന്ധമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അങ്കോളയിലായിരുന്നു. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. 2 വ്യത്യസ്ത ജാതിയിലുള്ള ആളുകളാണ്. അനിൽകുമാറിന്റെ ഫാമിലിക്ക് കലയെ വിവാഹം കഴിച്ചതിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവരുമായി ഇത് നിരന്തരം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാഹചര്യമുണ്ട്. അനിൽകുമാർ അങ്കോളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കലയ്ക്ക് അവിഹിത ബന്ധങ്ങൾ ഒരുപാടാണ് എന്നുള്ള തരത്തിൽ അനിൽകുമാറിനെ പറഞ്ഞു വിശ്വസിച്ചിരുന്നു. അതിന്റെ മുൻവൈരാഗ്യം അനിൽകുമാറിനുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സാഹചര്യം കൂടിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന നമുക്ക് ഈ കേസ് വ്യക്തമാകണമെങ്കിൽ പോലീസിന്റെ മുന്നിലുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവാണ്. അതിനെന്ത് തെളിവ് കിട്ടി എന്നുള്ള കാര്യം പോലും വ്യക്തമായി പറയാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ തെളിവുകൾ മാത്രമായിരിക്കും ഈ കേസിലെ പോലീസിനെ സംബന്ധിച്ചുള്ള തുമ്പ്. കാരണം ഇപ്പോഴും പല അവ്യക്തതകളുമുണ്ട്, ദുരൂഹതകൾ ഒഴിഞ്ഞിട്ടില്ല. മകൻ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, യാതൊരു തെളിവും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ ഈ കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ ഈ കേസിന്റെ ചുരുളഴിയും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ.